ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആൻഡ് ഇന്ന് നമ്മൾ പതിവ് പോലെ തന്നെ ബിറ്റ് കോയിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രൈസ് ആക്ഷൻ അനാലിസിസ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. വരും ദിവസങ്ങളിൽ ഏതൊക്കെ രീതിയിലുള്ള മൂവ്മെന്റ് ആയിരിക്കും ബിറ്റ് കോയിനിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. സോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നേരെ വീട്ടിലേക്ക് പോകാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് പതിവ് പോലെ തന്നെ കോയിൻ മാർക്കറ്റ് ക്യാപ്പിലെ കുറച്ച് കാര്യങ്ങൾ നോക്കിക്കൊണ്ടാണ് തുടങ്ങാം. ദ ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ്പ് ഇസ് $2.23 ട്രില്യൺ, ഒരു 3.81% ഇൻക്രീസ് ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ്പിൽ കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ടോട്ടൽ ക്രിപ്റ്റോ മാർക്കറ്റ് കൂടി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ 71.28 ബില്യൺ ആയിട്ട് അത് കുറഞ്ഞിട്ടുണ്ട്. ഒരു 32.96% ഡിക്രീസ് ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് വോളിയത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ബിറ്റ് കോയിൻ ഡൊമിനൻസ് നോക്കുകയാണെങ്കിൽ 52.69% അത് കൂടിയിട്ടുണ്ട്. 0.16% ഒരു ഇൻക്രീസാണ് ബിറ്റ് കോയിൻ ഡൊമിനൻസിൽ സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, മാർക്കറ്റ് വോളിയം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഫിയർ ആൻഡ് ഗ്രീഡ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ഒരു 49 ഒരു ന്യൂട്രൽ ആയിട്ടുള്ള സിറ്റുവേഷനാണ് ഫിയർ ആൻഡ് ഗ്രീഡ് ഇൻഡെക്സ് നിൽക്കുന്നത്. ആൻഡ് ബിറ്റ് കോയിൻ്റെ മറ്റുള്ള ഓൾട്ട് കോയിൻസിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ കാര്യമായിട്ടുള്ള ഒരു ബുള്ളിഷ് മൂവ്മെൻ്റ് ഒന്നും സംഭവിച്ചിട്ടില്ല. കഴിഞ്ഞ 24 അവറിൽ വെറും 3.34% മാത്രമേ ബിറ്റ് കോയിനിൽ ഒരു മൂവ്മെൻറ്റ് സംഭവിച്ചിട്ടുള്ളൂ. ആൻഡ് കഴിഞ്ഞ 7 ദിവസമായിട്ട് ഒരു 7.82% ഒരു ഡൗൺ മൂവ്മെൻറ്റ് ബിറ്റ് കോയിനിൽ ഓൾറെഡി സംഭവിച്ചിട്ടുണ്ട്. എത്തരത്തിലായാലും മറ്റുള്ള ഓൾട്ട് കോയിൻസിലായാലും നമുക്ക് ആ ഒരു ബെയറിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് സംഭവിച്ചിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ ആ ഒരു ലാസ്റ്റ് 7 ഡേയ്സിലത്തെ ആ ഒരു ലൈൻ ചാർട്ട് നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ഒരു റെഡ് കളറിലാണ് എല്ലാ ചാർട്ടുകളും നിൽക്കുന്നത്. ഓക്കെ, ട്രോണും പോൾക്കാഡോട്ടും മാത്രമേ ചെറിയ രീതിയിലുള്ള ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു 4-3% മാത്രം ഒരു ബുള്ളിഷ്നെസ് കാണിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം തന്നെ റെഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ മാർക്കറ്റ് ഒരു ബെയറിഷ് ആയിട്ടുള്ള സെൻറ്റിമെൻറ്റിലാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഈ ഒരു കോയിൻ മാർക്കറ്റ് ക്യാപ്പിലെ ഈ ഒരു കാര്യങ്ങൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ബിറ്റ് കോയിൻ്റെ ചാർട്ടിലേക്ക് പോകാം. ബിറ്റ് കോയിൻ്റെ ചാർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു നോൺ KYC എക്സ്ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിങ്ങക്സ് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഒരു എക്സ്ചേഞ്ച് ആണ്. നമ്മുടെ ബൈബിറ്റും ബൈനാൻസും ഒക്കെ പോലെ തന്നെ നല്ലൊരു യൂസർ ഇൻ്റർഫേസ് ഉള്ള ഒരു എക്സ്ചേഞ്ച് ആണ് ബിങ്ങക്സ് എന്ന് പറയുന്നത്. ആൻഡ് അതുകൂടാതെ കോപ്പി ട്രേഡിംഗ്, ഡെമോ ട്രേഡിംഗ് പോലുള്ള നല്ല നല്ല ഫീച്ചേഴ്സും ബിങ്ങക്സിൽ അവൈലബിൾ ആണ്. സോ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക. ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ടായിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ബിറ്റ് കോയിൻ്റെ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിലാണ്. ആൻഡ് ഈ ഒരു അനാലിസിസ് നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ വീഡിയോസ് നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഈ ഒരു ടോപ്പ് ഫാസ്റ്റ് MAയും ബോട്ടം ഫാസ്റ്റ് MAയും ഒരു സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് ചെയ്യാറുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് മുൻ വർഷങ്ങളിൽ ഈ ബിറ്റ് കോയിൻ ഹാവിംഗ് ഇവൻറ്റ് സംഭവിച്ചതിന് ശേഷം, ഈ ഒരു ബിറ്റ് കോയിൻ ഹാവിംഗ് ഇവൻറ്റ് സംഭവിച്ച ശേഷം പ്രൈസ് ഒന്ന് സൈഡ് വേസ് ആയിട്ട് മൂവ് ചെയ്യുകയും ആൻഡ് ഈ ഒരു ടോപ്പ് ഫാസ്റ്റ് MAയിലും ബോട്ടം ഫാസ്റ്റ് MAയിലും ഒരു സപ്പോർട്ട് എടുത്തുകൊണ്ടാണ് പിന്നീട് ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ്, ഒരു പുതിയ ടോപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള മൂവ്മെൻറ്റ് സംഭവിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന് മുൻപുള്ള ആ ഒരു ഹാവിങ്ങിന് ശേഷവും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അതൊരു സൈഡ് വേസ് ആയിട്ട് മൂവ് ചെയ്യുകയും ദെൻ ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തുകൊണ്ടാണ് പിന്നീട് പ്രൈസ് മുകളിലേക്ക് പോയിട്ടുള്ളത്. സോ ഇതൊരു സപ്പോർട്ട് ലെവൽ, ടോപ്പ് ഫാസ്റ്റ് MAയും ബോട്ടം ഫാസ്റ്റ് MAയും ഒരു സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ അത് കൃത്യമായിട്ട് ആ ഒരു ടോപ്പ് ഫാസ്റ്റ് MAയിലേക്ക് എത്തുമ്പോൾ തന്നെ ഇവിടെ പ്രൈസിന് റിജക്ഷൻ കിട്ടുന്ന കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് കൃത്യമായിട്ട് ഒരു റിജക്ഷൻ പ്രൈസിൽ കിട്ടുന്ന കാണാൻ പറ്റുന്നത്. വളരെ വീക്ക് ആയിട്ടുള്ള ക്യാൻഡിൽസ് ആണ്. അടുത്ത 2-3 ദിവസങ്ങൾ ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഒരു റിജക്ഷൻ കിട്ടുന്ന കാണാൻ പറ്റും. ചിലപ്പോൾ വീണ്ടും ഈ ഒരു ലെവലിലേക്ക് ഒരു റീടെസ്റ്റ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ആൻഡ് ഇത് കൃത്യമായിട്ട് സപ്പോർട്ടായിട്ട് ഈ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്നായിരിക്കും ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് ബിറ്റ് കോയിനിൽ പ്രതീക്ഷിക്കാൻ സാധിക്കാം. ഓക്കെ, ഇതൊരു ഹയർ ടൈം ഫ്രെയിമിലെ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. കുറച്ചുകൂടെ ലോവർ ടൈം ഫ്രെയിമിലേക്ക് പോകുന്നതിന് മുൻപേ തന്നെ നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിൽ മറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടിയുണ്ട്. തൽക്കാലത്തേക്ക് ഞാൻ ഈ ടോപ്പ് ഫാസ്റ്റ് MA ജസ്റ്റ് ഹൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മളിത് ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഇവിടെ കൃത്യമായിട്ട് ഒരു സൈഡ് വേസ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ രീതിയിൽ ഇവിടെ പ്രൈസ് ഒരു സൈഡ് വേസ് ആയിട്ടുള്ള മൂവ്മെൻറ്റിലാണ് പോയിക്കൊണ്ടിരുന്നത്. ആൻഡ് അതിനുശേഷം ഈ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്തപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്, ഒരു ഡൗൺ ട്രെൻഡ് സ്ട്രക്ചർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം. ഈ രീതിയിൽ ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു, ദെൻ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, ദെൻ ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുന്നു, ദെൻ അടുത്തതായിട്ടൊരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ടൊരു ഡൗൺ ട്രെൻഡിൻ്റെ സ്ട്രക്ചറാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഇത്രയും നേരം ഈക്വൽ ഹൈസും ഈക്വൽ ലോസും ക്രിയേറ്റ് ചെയ്തിരുന്ന ഒരു സിറ്റുവേഷനിൽ നിന്നും മാർക്കറ്റ് ഒരു പുതിയ ലോ ക്രിയേറ്റ് ചെയ്യുകയും ഒരു പുതിയ ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്ന രീതിയിലേക്ക് പ്രൈസ് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കൃത്യമായിട്ട് ഈ ഒരു പ്രൈസ് ഏകദേശം ഇവിടെ നിൽക്കുന്ന സമയത്ത് ഞാനിത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രൈസ് ഈ ഒരു ലെവലിൽ പ്രൈസ് നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഫിബൊനാച്ചി ടൂൾ വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഗോൾഡൻ ലെവലിനകത്ത് തന്നെ പ്രൈസ് സ്റ്റേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് പ്രൈസിൻ്റെ ഒരു ബെയറിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ബെയറിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ദെൻ അടുത്തതായിട്ട് ഈ ഒരു റീട്രേസ്മെൻറ്റ് സംഭവിക്കുമെന്ന് പറഞ്ഞു. അതായത് പുതിയ ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇവിടെ നിന്ന് ഒരു പുതിയ ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞു. സോ ആ മൂവ്മെൻറ്റ് നമുക്ക് എവിടെ വരെ പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആ ഒരു റീട്രേസ്മെൻറ്റ് ഏത് പോയിന്റിൽ നിന്ന്, ഏത് പ്രൈസ് പോയിന്റിൽ നിന്നായിരിക്കും പിന്നീട് ഒരു ഡൗൺ മൂവ്മെൻറ്റിലേക്ക് ഒരു പുതിയ ലോ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ താഴോട്ട് വരിക. ആ ഒരു കാര്യം നമുക്ക് ജസ്റ്റ് നോക്കാം. നമുക്ക് ഫിബൊനാച്ചി ടൂൾ തന്നെ യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ പ്രീവിയസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഹൈയിൽ നിന്നും
പ്രീവിയസ് ആയിട്ട് ഏറ്റവും പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ലോയിലേക്ക് ഞാൻ ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ടൂൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ആൻഡ് നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഗോൾഡൻ ലെവൽസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ ഗോൾഡൻ ലെവൽസ് ഇതാ ഇവിടെ 63,000 മുതൽ 61,000 വരെയുള്ള ഈ ഒരു ഏരിയയാണ് അതിൻ്റെ ഗോൾഡൻ ലെവൽസ് ആയിട്ട് വരുന്നത്. അപ്പോൾ പ്രൈസ് ഇതാ ഈ ഒരു ഏരിയയിലേക്ക് എത്തുകയും ഈ ഒരു ഗോൾഡൻ ലെവൽ ഏരിയയിലേക്ക് എത്തുകയും ദെൻ അവിടെ നിന്ന് ഒരു റിജക്ഷൻ കിട്ടാനും ദെൻ വീണ്ടും ഒരു പുതിയ ലോവർ ലോ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യത നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അതോടൊപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ആ ട്രെൻഡ് ലൈനിൽ റെസിസ്റ്റൻസ് എടുക്കുന്ന രീതിയിൽ ഈ ഒരു ഫിബൊനാച്ചി ഗോൾഡൻ ലെവലിൽ നിന്നും പ്രൈസിന് റിജക്ഷൻ കിട്ടാനും പ്രൈസ് ഒരു പുതിയ ലോവർ ലോ ക്രിയേറ്റ് ചെയ്യാനും പ്രീവിയസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു പുതിയ ലോവർ ലോ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യത നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ആൻഡ് അങ്ങനെ നോക്കുമ്പോൾ നമുക്കിവിടെ അടുത്ത സപ്പോർട്ടായിട്ട് വരുന്നത് ഈ ഒരു 52,000 എന്ന് പറയുന്ന ഈ ഒരു ലെവലാണ്. ഓക്കെ, 52,000 എന്ന് പറയുന്ന ഈ ഒരു ലെവലാണ്. സോ ഈ ഒരു ലെവലിലേക്ക് പ്രൈസ് എത്താനായിട്ടുള്ള സാധ്യതകൾ നമുക്ക് ഇവിടെ നിന്ന് ഈ ഫിബൊനാച്ചി ഗോൾഡൻ ലെവലിൽ നിന്നും പ്രൈസിന് റിജക്ഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരു ബെയറിഷ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് ഇപ്പോൾ ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, എന്ന് വിചാരിച്ചുള്ള ഒരു ബെയർ മാർക്കറ്റിലേക്ക് കംപ്ലീറ്റ് ആയിട്ടൊരു ബെയറിഷ് ആയിട്ടുള്ള മാർക്കറ്റിലേക്ക് ഒരു ക്രാഷിലേക്ക് പോകുമെന്നല്ല പറയുന്നത്. ഒരു മാർക്കറ്റ് ആകുമ്പോൾ അറിയാലോ, ഒരു അപ് ട്രെൻഡും ഡൗൺ ട്രെൻഡും സൈഡ് വേസ് ആയിട്ടുള്ള ട്രെൻഡൊക്കെ തന്നെ മാറി മാറി വരുന്നതാണ് ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത്. അതാണ് മാർക്കറ്റിൻ്റെ ഒരു സ്ട്രക്ചർ, പൊതുവെയുള്ള സ്ട്രക്ചർ എങ്ങനെയാണ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് നിലവിലിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡൗൺ ട്രെൻഡാണ്. സോ ഈ ഒരു റീട്രേസ്മെൻറ്റിന് സമയത്ത് പ്രൈസ് ബുള്ളിഷ് ആകുന്നു എന്ന് കരുതിക്കൊണ്ട് ആരും തന്നെ ഓടിപ്പോയിട്ടൊരു ട്രേഡ്, ഒരു ലോങ് പൊസിഷൻസ്, ഒരു ലോങ് ടൈം ആയിട്ടുള്ള ലോങ് പൊസിഷൻസ് എടുക്കുന്നത് അത്ര നല്ല ഒരു കാര്യമായിരിക്കില്ല. നമുക്ക് കൃത്യമായിട്ടുള്ള കൺഫർമേഷൻസ് കിട്ടേണ്ടതായിട്ടുണ്ട്. പ്രൈസ് ബുള്ളിഷ് ആകുമെന്ന് പറയാനായിട്ടുള്ള കൃത്യമായിട്ടുള്ള കൺഫർമേഷൻസ് കിട്ടേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഡെയിലി ടൈം ഫ്രെയിം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്ന കാര്യം. ആൻഡ് ഒരു 12 അവർ ടൈം ഫ്രെയിമിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഞാൻ CPR ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്, മന്ത്ലി CPR ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്. ആൻഡ് ഈ മാസത്തെ മെയ് മാസത്തെ മന്ത്ലി CPR ലെവൽ വന്നിട്ടുള്ളത് ഇതാ ഒരു 65,000 മുതൽ 62,000 വരെയുള്ള ഈ ഒരു ലെവലാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഫിബൊനാച്ചി ഗോൾഡൻ ലെവലിലും ഈ ഒരു 62,000 63,000 ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു ലെവലിൽ നമ്മുടെ ഫിബൊനാച്ചി ഗോൾഡൻ ലെവൽസ് ആയിട്ടുള്ള ആ ഒരു ലെവലിൽ തന്നെയാണ് നമ്മുടെ ഈ CPR ഇൻഡിക്കേറ്റർ വന്നിട്ടുള്ളത്. സോ നമുക്ക് അത് ഒരു ഡബിൾ കൺഫർമേഷൻ ആണ്. അത് ഈ ഒരു CPR ലെവൽസ് നമ്മുടെ ഫിബൊനാച്ചി ഗോൾഡൻ ലെവൽ നമ്മുടെ ഡെയിലി ടൈം ഫ്രെയിമിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ഈ ഒരു ഫിബൊനാച്ചി ഗോൾഡൻ ലെവലിലേക്ക് തന്നെയാണ് ഈ ഒരു CPR ഇൻഡിക്കേറ്ററിൻ്റെ CPR ലെവൽസ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ പ്രൈസ് ഇവിടെ നിന്ന് ഈ ഒരു CPR ലെവലിലേക്ക് എത്തുകയും ദെൻ അവിടെ നിന്ന് റിജക്ഷൻ കിട്ടിക്കൊണ്ട് വീണ്ടും ഈ ഒരു S1 ലൈനായിട്ടുള്ള CPR S1 ലൈനായിട്ടുള്ള 55,000 എന്ന് പറയുന്ന ഒരു പ്രൈസ് റേഞ്ചിലേക്ക് ഇറങ്ങി വരാനായിട്ടുള്ള സാധ്യതകൾ നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ആ ഒരു S1 ലെവലിലേക്ക് എത്തുകയാണെങ്കിൽ പ്രീവിയസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു പ്രീവിയസ് ലോയും പ്രൈസ് ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു പുതിയ ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഡൗൺ ട്രെൻഡ് തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന രീതിയിലേക്ക് മാർക്കറ്റ് പോകാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്കിവിടെ 12 അവർ ടൈം ഫ്രെയിമിൽ ഈ ഒരു CPR ലെവൽസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, ആൻഡ് അതോടൊപ്പം നമുക്ക് ഇവിടെയും ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈനിൽ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് അത് വാലിഡ് ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട് ആയിട്ട് കൺസിഡർ ചെയ്യും, അവിടെ ഒരു ലോങ് പൊസിഷൻസ് എടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതൊരു ഫേക്ക് ബ്രേക്ക് ഔട്ട് ആയിട്ട് മാറാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം ഇത് CPR ലെവലാണ്. സോ ഒരു CPR ലെവലിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസിന് റിജക്ഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി അതല്ല, നമുക്കൊരു ബുള്ളിഷ് ആയിട്ടുള്ള കാര്യം പ്രതീക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈനിന് പുറത്തായിട്ട് ഒരു സ്ട്രക്ചർഡ് പ്രൈസ് ക്രിയേറ്റ് ചെയ്യണം. ഒരു പുതിയ ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് പ്രൈസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു ബുള്ളിഷ് ആയിട്ടുള്ള കാര്യമായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അതായത് ഈ ഒരു CPR ലെവലിന് മുകളിലേക്ക് തന്നെ പ്രൈസ് എത്തേണ്ടതായിട്ടുണ്ട്. ഈ CPR ലെവലിന് മുകളിൽ പ്രൈസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു ബുള്ളിഷ് ആയിട്ടുള്ള കാര്യമായിട്ട് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് ബെയറിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നിലവിലത്തെ മാർക്കറ്റ് കണ്ടീഷൻ വെച്ചുകൊണ്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കാം. ഓക്കെ, അപ്പോൾ അതാണ് 12 അവർ ടൈം ഫ്രെയിം നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം. ആൻഡ് ഒരു 4 അവർ ടൈം ഫ്രെയിമിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഇവിടെയും റിപ്പീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് ആ ഒരു CPR ലെവൽ കിട്ടിയിട്ടുണ്ട്, ആ ഒരു ട്രെൻഡ് ലൈൻ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ക്ലിയർ ആയിട്ട് നമുക്കിവിടെ ഞാൻ CPR ലെവൽ ജസ്റ്റ് ഹൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ നമുക്ക് ചെറിയ രീതിയിലുള്ളൊരു ഓർഡർ ബ്ലോക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ അതുകൊണ്ടാണ് പ്രൈസ് ഇവിടെ നിന്ന് ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മൊമെൻറ്റ് കാഴ്ചവെച്ചിട്ടുള്ളത്. ആൻഡ് ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് വരുന്ന ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു 52,000 ആണ്. 52,000 ആയിട്ടുള്ള ഈ ഒരു ലെവലാണ്. ഓക്കെ, ആൻഡ് ആ ഒരു ലെവലിൽ നിന്നായിരിക്കും നമുക്ക് പിന്നീട് ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുക. ഒരു ബൈയിങ് സോണൊക്കെ വേണമെങ്കിൽ ഈ 52,000 എന്ന് പറയുന്ന ലെവൽ നമുക്ക് പറയാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മുകളിലൊക്കെ തന്നെ ഈ 50,000 ഏരിയയിലൊക്കെ പ്രൈസ് ബൈ ചെയ്യാനായിട്ട് വിട്ടുപോയവരുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇനി വരാനായിട്ട് പോകുന്നത്. ഒരു 52,000 എത്തുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ളൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റിൽ ഞാൻ മൊത്തത്തിൽ നമ്മളിപ്പോൾ എല്ലാത്തിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് പറയാനായിട്ടുള്ളത് നമുക്ക് സ്റ്റിൽ ഒരു ലോങ് പൊസിഷൻസിനുള്ള അല്ലെങ്കിൽ
ബിറ്റ് കോയിനിൽ നമുക്ക് പ്രൈസ് ബുള്ളിഷ് ആകുമെന്ന് പറയാനായിട്ടുള്ള കാര്യങ്ങൾ ഒരു ചെറിയ രീതിയിൽ, അതായത് ഒരു റീട്രേസ്മെൻറ്റ് സംഭവിക്കുന്ന സമയത്തുള്ള ആ ഒരു ബുള്ളിഷ്നെസ് അല്ലാതെ കൃത്യമായിട്ട് ആ ഒരു ബുള്ളിഷ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നിലവിൽ പറയാറായിട്ടില്ല. അതിന് കൃത്യമായിട്ടുള്ള കൺഫേമേഴ്സ് കിട്ടിയിട്ടില്ല. സോ കൃത്യമായിട്ടുള്ള കൺഫേമേഴ്സ് കിട്ടിയതിന് ശേഷം മാത്രം ഒരു ട്രേഡ് എടുക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസ് നടത്തുക. അതിനുശേഷം മാത്രം ഏത് രീതിയിൽ ട്രേഡ് ചെയ്യണം, ഏത് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. ആൻഡ് ഈ ഒരു വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ അനാലിസിന് ഹെൽപ്ഫുൾ ആയിട്ട് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും വിട്ടുകളഞ്ഞേക്കാം. സോ ഹാപ്പി ട്രേഡിംഗ്. അടുത്ത വീഡിയോയിലാണ്.